ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് കൂട്ടുകാരെ, ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാനത്തെ വാക്കല്ല. നമ്മൾ ഒരുപാട് പരാജയങ്ങൾ കൂടി യഥാർത്ഥ വിജയത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ വശം. പരാജയം എന്നുള്ള വാക്കിൽ പരാജയം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ ജയം എന്നുള്ളൊരു വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് അവൻ എത്രയോ പ്രാവശ്യം വീണതിന് ശേഷമാണ്. ആദ്യം അവൻ സ്വന്തമായിട്ട് എണീറ്റ് നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കും. അൽഹംദുലില്ലാഹ്, അത് കഴിഞ്ഞ് പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് നടന്നു തുടങ്ങുമ്പോൾ എത്രയോ പ്രാവശ്യം അവൻ വീണുപോകും. പക്ഷെ അവൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, എനിക്ക് നടക്കാൻ സാധിക്കും. ആ വീണത് കൊണ്ട് അവൻ തളർന്നിരിക്കുന്നില്ല, വീണ്ടും അവൻ എണീറ്റ് നടക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അങ്ങനെ എത്രയോ തവണ വീണ് പിച്ച വെച്ച് അവൻ ശരിയായ രീതിയിൽ ആദ്യം നിന്ന് കാലുറപ്പിച്ച് നിൽക്കും. അത് കഴിഞ്ഞിട്ട് അവൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങും. അൽഹംദുലില്ലാഹ്, അതിനുശേഷം എന്ത് ചെയ്യും? അവൻ ശരിയായ രീതിയിൽ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് വളരെ വേഗത്തിൽ ഓടാൻ സാധിക്കും. ഇതുപോലെയാണ് ദുനിയാവിലെ ഓരോ വിഷയങ്ങളും. നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു പരീക്ഷ തോറ്റുപോയത് കൊണ്ട് എൻ്റെ ജീവിതം എല്ലാം കഴിഞ്ഞു പോയി, ഞാൻ തകർന്നു പോയി എന്ന് ചിന്തിക്കേണ്ടതില്ല. പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സംരംഭം ആദ്യം ചെയ്തു വിജയിച്ചില്ല, പിന്നെ നമ്മളത് പരാജയപ്പെട്ടു പോയെന്ന് തളർന്നിരിക്കരുത്. മറിച്ച് മനോധൈര്യത്തോടു കൂടി നമ്മൾ വീണ്ടും മുന്നേറണം. സിംഹം അതിൻ്റെ ഇരയെ വേട്ടയാടി പിടിക്കുന്നത് എത്രയോ പ്രാവശ്യം ശ്രമിച്ചതിന് ശേഷമാണ്. ലക്ഷ്യബോധത്തോടു കൂടി വീണ്ടും പരിശ്രമിക്കുമ്പോഴാണ് സിംഹം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. നീലപ്പൊന്മാനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഊളിയിട്ടുകൊണ്ട് കൃത്യമായിട്ട് മീനിനെ കൊത്തി പറന്നു പോകുന്ന നീലപ്പൊന്മാൻ. പക്ഷെ ആ പൊന്മാൻ എത്രയോ പ്രാവശ്യം അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, എത്രയോ പ്രാവശ്യം വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് പോകുന്നുണ്ട്, അതിനുവേണ്ടി പരിശീലിക്കുന്നുണ്ട്. നിരന്തരമായ പരിശീലനത്തിൽ കൂടി കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി അത് താഴ്ന്ന് വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ടിറങ്ങുകയും എന്നിട്ട് അതിന് മീനിനെ കുത്തിയെടുത്തുകൊണ്ട് പറന്നു പോവുകയും ചെയ്യും. ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പാഠമുണ്ട്. ഏതെങ്കിലും ഒരു പരീക്ഷ തോറ്റുപോയത് കൊണ്ട്, ഏതെങ്കിലും ഒരു സംരംഭം പരാജയപ്പെട്ടത് കൊണ്ട് എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയെന്ന് നമ്മൾ ചിന്തിക്കരുത്. മറിച്ച് ഇൻഷാ അല്ലാഹ് വീണ്ടും എനിക്കിത് സാധിക്കും എന്നുള്ള നിരന്തരമായ പരിശ്രമം, ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പരിശ്രമം, ആ പരിശ്രമം ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കും. അത് തീർച്ചയാണ്. ഏതെങ്കിലും ഒരു ചെറിയ വിഷമം, പരാജയം നേരിട്ടാൽ തളർന്നിരിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. വീണ്ടും ഊർജം സംഭരിച്ചുകൊണ്ട് ഈ വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും വളരെ ദൂരം സഞ്ചരിക്കേണ്ടത്. പാറക്കല്ലിൽ നിരന്തരം വെള്ളത്തുള്ളികൾ വന്ന് പതിച്ച് കുറേ ഇങ്ങനെ വെള്ളത്തുള്ളികൾ വന്ന് പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരം വന്ന് പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം എന്ത് ചെയ്യും? ആ പാറയ്ക്ക് രൂപമാറ്റം സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിരന്തരമായ പരിശ്രമങ്ങളാണ് വിജയത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. ലക്ഷ്യബോധത്തോടു കൂടിയ നിരന്തര പരിശ്രമങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവനെ വിജയത്തിലേക്ക് എത്തിക്കും. ഇപ്പൊ ദുനിയാവിനകത്ത്, ഭൂമിക്കകത്ത് പരാജയം എന്നുള്ള വാക്ക് അത് അവസാനത്തെ വാക്കല്ല. വിജയത്തിലേക്ക് സഞ്ചരിക്കുന്നതിന് ഊർജം നൽകുന്ന ഒരു പടിയാണ് പരാജയം എന്ന് പറയുന്നത്. ആ പരാജയത്തിനകത്ത് ഒരു ജയമുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നേറുക.
ഇപ്പൊ ഏതെങ്കിലും ഒരു പരീക്ഷ തോറ്റുപോയത് കൊണ്ടോ, ഏതെങ്കിലും ഒരു സംരംഭം പരാജയപ്പെട്ടു പോയത് കൊണ്ടോ ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ല, ഞാൻ തളർന്നു പോയല്ലോ, പരാജയപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിച്ചിരിക്കാതെ, കഴിഞ്ഞതിൽ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, കഴിഞ്ഞു പോയത് കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തക്ദീർ അനുസരിച്ച് അത് സംഭവിച്ചു പോയതാണ്, അതിലേക്ക് ഇനി മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുകയില്ല. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളിലും നമുക്കിപ്പോഴേ ഏതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ സമയം നമ്മൾ കർമ്മനിരതരാവുക എന്നുള്ളതാണ്. നന്മയിൽ അടിയുറച്ചുകൊണ്ട്, സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ സംരംഭങ്ങളിൽ മുന്നേറുക, അധ്വാനിക്കുക, നിരന്തരമായി പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് വിജയം നമ്മളെ തേടിയെത്തും. അപ്പോൾ പരാജയം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ കൂട്ടുകാര് ഇനി ചിന്തിക്കേണ്ട വിഷയം, ഇതിനകത്ത് ഒരു ജയമുണ്ട്. തീർച്ചയായും ആ വിജയത്തിനെ ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ഇങ്ങനെയുള്ള പോസിറ്റീവ് എനർജിയോടുകൂടി നമ്മൾ ഓരോ നല്ല കാര്യങ്ങളെയും സമീപിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മുടെ നല്ല നല്ല സംരംഭങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയത്തിലേക്ക് എത്തിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.